മാന്യ പ്രേക്ഷകർക്ക് മോട്ടീവ് സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ ലക്ഷണങ്ങൾ. ചാണക്യനീതി പ്രകാരം നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആളുകളുടെ ആദ്യ ലക്ഷണമായി വരുന്നത് മുന്നിൽ മധുരമായി സംസാരിക്കുകയും പിന്നിൽ ദ്രോഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. ചാണക്യൻ ഈ ആളുകളെ മുഖത്ത് സൗഹൃദം കാണിക്കുകയും പിന്നിൽ ദ്രോഹിക്കുകയും ചെയ്യുന്നവർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇവർ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പുകഴ്ത്തുകയും നല്ല സുഹൃത്തുക്കളായി നടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും നിങ്ങളുടെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം, ഒരു ഓഫീസിൽ നിങ്ങളുടെ സഹപ്രവർത്തകൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രോജക്റ്റിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ മാനേജറുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പ്രോജക്റ്റിലെ ചെറിയ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും നിങ്ങളുടെ കഴിവിനെ സംശയത്തോടെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളില്ലാത്ത സമയം നിങ്ങളുടെ കുറ്റം എല്ലാം ബാക്കിയുള്ളവരോട് പറയുന്നു. ഇത്തരക്കാരെ സൂക്ഷിക്കുക. ഇവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് ചാണക്യൻ പറയുന്നു, അനാവശ്യമായ മത്സരം. നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കാതെ നിങ്ങളുമായി എല്ലാ കാര്യത്തിലും മത്സരിക്കാൻ ശ്രമിക്കുന്നവർ. ഇവർക്ക് നിങ്ങളുടെ വിജയങ്ങളിൽ യഥാർത്ഥ സന്തോഷം തോന്നില്ല. നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങിയാൽ അവർ അതിനേക്കാൾ മികച്ചത് വാങ്ങാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളെ വില കുറച്ച് കാണിക്കും. ഒരു ഉദാഹരണം, നിങ്ങൾ ഒരു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി. അവർ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകരിക്കാതെ ചോദ്യം എളുപ്പമായതുകൊണ്ടായിരുന്നു അല്ലേ എന്നോ എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല എന്നോ പറഞ്ഞ് നിങ്ങളുടെ നേട്ടങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു. മൂന്നാമതായിട്ട് ചാണക്യൻ പറയുന്നു, നേട്ടങ്ങളെ കുറച്ച് കാണിക്കുക. നിങ്ങളുടെ വിജയങ്ങളെയും കഴിവിനെയും മനഃപൂർവ്വം അവഗണിക്കുകയും കുറച്ച് കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ ഇവർ അത് ശ്രദ്ധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കുറച്ച് സംസാരിക്കുകയോ ചെയ്യും. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷണം. ഉദാഹരണം, നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങി. അത് വിജയിക്കുമ്പോൾ ഇവർ പറയും, ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നീ വിജയിച്ചത് എന്ന്. ഇത്തരക്കാർക്ക് നിങ്ങളെ അംഗീകരിക്കാൻ മനസ്സുണ്ടാവില്ല. നാലാമതായിട്ട് ചാണക്യൻ പറയുന്നു, വിമർശനം മാത്രം. എപ്പോഴും നിങ്ങളെ വിമർശിക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളിൽ തെറ്റുകൾ മാത്രം കണ്ടെത്തുകയും ചെയ്യുന്നവർ. നിങ്ങളുടെ നല്ല കാര്യങ്ങളെയോ ഉപദേശങ്ങളെയോ അവർ അംഗീകരിക്കില്ല. എപ്പോഴും നിങ്ങളുടെ കുറവുകളും വീഴ്ചകളും മാത്രം ചൂണ്ടിക്കാണിക്കും. ഇത് നിങ്ങളെ മാനസികമായി തളർത്താൻ ഉദ്ദേശിച്ചു തന്നെയാണ്. ഒരു ഉദാഹരണം, നിങ്ങൾ മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നിനക്ക് വേറെ പണിയില്ലേ എന്നോ അവൻ നിന്നെ മുതലെടുക്കുകയാണ് എന്നോ പറഞ്ഞ് നിങ്ങളുടെ നല്ല മനസ്സിനെ വിമർശിക്കുന്നു. അഞ്ചാമതായിട്ട് ചാണക്യൻ പറയുന്നു, വിശ്വാസവഞ്ചന. നുണ പറയുക, കാര്യങ്ങൾ മറച്ചു വയ്ക്കുക, വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രവൃത്തികൾ ചെയ്യുക. ഇവർക്ക് നൽകുന്ന രഹസ്യങ്ങൾ ഇവർ സൂക്ഷിക്കുകയില്ല. സ്വന്തം കാര്യലാഭത്തിനായി ഇവർ നിങ്ങളെ ഒറ്റിക്കൊടുക്കാൻ മടിക്കില്ല. ചാണക്യൻ പറയുന്നു, പാമ്പുകളെ വിശ്വസിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഇത്തരം ആളുകളെ വിശ്വസിക്കുന്നത്. ഉദാഹരണം, നിങ്ങളുടെ വ്യക്തിപരമായ ഒരു പ്രശ്നം നിങ്ങൾ ഒരു സുഹൃത്തിനോട് പങ്കുവെക്കുന്നു. എന്നാൽ പിന്നീട് അതേ സുഹൃത്ത് ആ വിവരം മറ്റുള്ളവരോട് തമാശ രൂപേണ പറയുകയും നിങ്ങളെ നാണക്കേടിലാക്കുകയും ചെയ്യുന്നു. ആറാമതായിട്ട് ചാണക്യൻ പറയുന്നു, പരദൂഷണം പറയുക. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയും പരദൂഷണം പറയുകയും ചെയ്യുന്നവർ. ആരാണോ നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് അവർ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ഇവർക്ക് വിശ്വസ്തതയില്ല. ഉദാഹരണം, നിങ്ങളുടെ ഒരു സുഹൃത്ത് ഓഫീസിലെ എല്ലാവരെക്കുറിച്ചുമുള്ള കുറ്റങ്ങളും കുറവുകളും നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു.
ഇത് കേട്ട് ചിരിക്കാമെങ്കിലും അവർ നിങ്ങളുടെ കാര്യങ്ങളും ഇതേപോലെ തന്നെ മറ്റുള്ളവരോട് പറയുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഏഴാമതായിട്ട് ചാണക്യൻ പറയുന്നു, സ്വാർത്ഥ താല്പര്യങ്ങൾ. സ്വന്തം നേട്ടത്തിനായി മാത്രം നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ. ഇവർക്ക് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളോട് അടുപ്പം കാണിക്കൂ. ആവശ്യം കഴിയുമ്പോൾ ഇവർ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും. ഇവരുടെ സ്നേഹം ആത്മാർത്ഥതയില്ലാത്തതാണ്. ഉദാഹരണം, ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ നിങ്ങളുടെ സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രം ഒരു സഹപാഠി നിങ്ങളോട് നല്ല സൗഹൃദം കാണിക്കുന്നു. പ്രോജക്റ്റ് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. എട്ടാമതായിട്ട് ചാണക്യൻ പറയുന്നു, വികാരപരമായ അകലം. വൈകാരികമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാതിരിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാതിരിക്കുക, അല്ലെങ്കിൽ കഷ്ടകാലത്ത് നിങ്ങളെ അവഗണിക്കുക. യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ അവർ നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പമുണ്ടാകും. എന്നാൽ നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ നിങ്ങളെ അവഗണിക്കുകയോ നിങ്ങളെ കാണാതെ നടക്കുകയോ ചെയ്യുന്നു. ഉദാഹരണം, നിങ്ങൾക്ക് ഒരു കുടുംബ പ്രശ്നമോ ആരോഗ്യ പ്രശ്നമോ വരുമ്പോൾ ഇവർ നിങ്ങളെ സന്ദർശിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യില്ല. പകരം ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ഈ പറഞ്ഞിട്ടുള്ള 8 ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുകയും അത്തരക്കാരോട് ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ബുദ്ധിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. നന്ദി.